ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ ദിവസം നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുവിധം സാധാരണപ്പെട്ട എല്ലാവരുടെയും ദിവസം ആരംഭിക്കുന്നത് അടുക്കളയിൽ നിന്നായിരിക്കൂലേ. ഞാനും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ചായ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിന് പുട്ട് വേണ്ട, പൊറോട്ട മതിയെന്നായി. പൊറോട്ട ഉണ്ടാക്കുന്ന കട വീടിനടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പുഴുങ്ങാനുള്ള മുട്ടയും വെച്ച് ഞാൻ നേരെ കടയിലോട്ട് പോയി. കടയിലെത്തിയപ്പോൾ ഉണ്ടാക്കിയ പൊറോട്ടയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അവർ പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ റോഡിലിറങ്ങി അവിടുന്ന് കാഴ്ചയും കണ്ട് അവിടെ ഇരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് 8 വർഷമായെങ്കിൽ കൂടി എനിക്ക് ഇപ്പോഴും ഈ കടൽ കാണുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഒന്നാമത് എൻ്റെ നാട്ടിൽ ഈ കടലൊന്നുമില്ല. ഇപ്പം സ്ഥിരമായിട്ട് ഇതിവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്ന കല്ലുമെന്നാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ കല്ലുമ്മക്കായൊക്കെ പറിച്ചുകൊണ്ട് വരല്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കടയിലോട്ട് പോയി. അപ്പം ഏകദേശം പൊറോട്ടയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ട പൊറോട്ടയും കറിയും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയിട്ട് ഒരു തട്ടിക്കോട്ട് മുട്ട റോസ്റ്റും ആക്കി കൺമണിക്കും കാശിക്കും വേണ്ടിയിട്ട് പുട്ടും കുറച്ച് കടലക്കറിയും ആക്കി. കറിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവന്ന പൊറോട്ടനെ കുറിച്ച് ആലോചിച്ചത്. കൊണ്ടുവന്നവടെ കാസറോളിൽ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചതാ. പിന്നെ ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അബദ്ധം എപ്പോഴും പറ്റാറുണ്ട്. ചായ ഒക്കെ റെഡി ആകുമ്പോഴത്തേക്ക് കൺമണി എണീച്ചിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം വിളിക്കും, എന്നെ കണ്ടില്ലെങ്കിലേ കരച്ചിട്ട് തുടങ്ങുള്ളൂ. എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനൊരു കളി പതിവാണേ. അതാകുമ്പോൾ ആള് കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് എണീറ്റ് വരും. കാശിയാണേ നല്ല ഉറക്ക, അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. കൺമണീനെ അമരേട്ടൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും കയറി കേട്ടോ. രാവിലത്തെ ചായ ഒഴിച്ച് ബാക്കി ഏകദേശം എല്ലാം വിറകടുപ്പ് തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് കുടിക്കാനുള്ള വെള്ളവും വെച്ച് ഞാൻ നേരെ അടിച്ചു വരാൻ പോയി. അടിച്ചു വാരി തുടങ്ങുമ്പോഴത്തേക്ക് കാശി ഉറക്കമൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ടായിരുന്നേ. മുറ്റടിക്കുമ്പോഴുള്ള പകുതി മുക്ക ചപ്പുകളും ഈ കാശീൻ്റെ സംഭാവനയാണ്. അവൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നതെന്ന് അവന് തന്നെ അറിയില്ല. അടിച്ചു വാരി പകുതി ആകുമ്പോഴത്തേക്ക് കൺമണീനെയും കൊണ്ട് അമലേട്ടൻ വന്നപ്പോഴേ താഴെ ഇറങ്ങി കൺമണി കളി തുടങ്ങി. ഒരുവിധം അവൾ നടക്കാൻ തുടങ്ങി. പിന്നെ അവൾ തീരെ ആരെയും എടുക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ പാടുകളൊക്കെ മുഖത്തും കാൽമലൊക്കെ നന്നായിട്ടുണ്ട് താനും. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ 4 പേരും കൂടാതെ അമലേട്ടൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയുണ്ട്. ഏട്ടൻ്റെ ഭാര്യ അധികം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏകദേശം എല്ലാ സമയത്തും ഞാനും കൺമണിയും തന്നെയായിരിക്കും കേട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കൺമണിക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായി. വീട്ടിലുള്ള എല്ലാ ജോലി ചെയ്ത് തീർന്നാലും ഇവിടെ കഴിപ്പിക്കൽ അത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കഴിപ്പിക്കലാണ്. അതിപ്പോൾ ഇവളാന്നില്ല, ഏകദേശം എല്ലാ മക്കളെയും ഇങ്ങനെ തന്നെയായിരിക്കും കഴിപ്പിക്കുക. കുറേ നേരം അവരെ പുറകെ തന്നെ നടക്കേണ്ടി വരും. പിന്നെ കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കളിക്കാനാണ് ഇൻട്രസ്റ്റ്. അങ്ങനെ കുറേ നേരം കളിച്ച് കുറച്ച് ഫുഡകത്ത് പോയപ്പോൾ ഞങ്ങളെ രാവിലത്തെ ചായ അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളെ വീട്ടിലത്തെ മറ്റൊരാളെ കാണിച്ചു തരാം. ഇതാണ് കുറുബി. ഇവളുടെ ടോയ്ലറ്റ് ടൈമാണ് ഇപ്പം. അപ്പോൾ അമലേട്ടൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അത് കണ്ടപ്പോൾ കൺമണിക്ക് നല്ല ആവേശമാണ് അവളെ കൂടെ പോകാൻ. കാരണം ഭയങ്കര ഇഷ്ടമാണ്. അവൾ കുറുബി വരുന്നതും കാത്ത് അവിടെ തന്നെ ഇരിക്കുക. കൺമണീനെ അധികം കുറുബിയായിട്ട് അടുപ്പിക്കലില്ല കേട്ടോ. അവൾ വാലൊക്കെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വേഗം തന്നെ അവളെ കൂട്ടിലാക്കി അകത്ത് പോയി അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് ഞാനും എൻ്റെ രാവിലത്തെ ചായ കുടിച്ചു കേട്ടോ. പിന്നെ കൺമണീനെ കുളിപ്പിച്ചു അവളെ കിടത്തി ഉറക്കി. അവൾ ഉറങ്ങുന്ന സമയം കൊണ്ട് പിന്നെ ബാക്കി എല്ലാ പണിയും തീർക്കണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ വന്നിട്ട് കുടിക്കുന്ന വെള്ളം ചൂടായപ്പം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അരിയിട്ട് കഴിയുമ്പോഴത്തേക്ക് വാഷിംഗ് മെഷീൻ്റെ അകത്തുള്ള ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് മുറ്റത്തുള്ള അഴയിൽ കൊണ്ടുപോയി വിരിച്ചു കേട്ടോ. അപ്പോഴേക്കും കാശി ഇവിടെ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ടായി. ഇനി കളിക്കാൻ പോയാൽ ഇങ്ങോട്ടേക്ക് കാണുകയില്ല. ഫുഡ് കഴിക്കാൻ വന്നാലായി. കാശി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അകമൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. ഇന്ന് കറിക്ക് ഞണ്ടാണ് കിട്ടിയത്. അങ്ങനെ ഞണ്ടൊക്കെ വെട്ടി വൃത്തിയാക്കാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഞണ്ടൊന്നും വെട്ടാനും അറിയില്ലായിരുന്നു, കഴിക്കാനും അറിയില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ വെട്ടാനും മുറിക്കാനൊക്കെ പഠിച്ച് കഴിക്കാൻ ഇതുവരെ സെറ്റായിട്ടില്ല. അതിനിടയിൽ ഇവിടെ മോര് കൊണ്ടുത്തരുന്നൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മോരൊക്കെ കുടിച്ചു. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.